ഞാൻ പോയി വരാന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ. ആ സമയത്തൊരു സംഗതിയോട് ഞാൻ പറയട്ടെ, കഴിയുമെങ്കിൽ അർഹരായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ദാനം ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാ. അസ്വദഖത്തു റദ്ദുൽ ബലായ. എല്ലാ മുസീബത്തും ഈ ദാനങ്ങൾ തട്ടി നീക്കും. അള്ളാന്റെ ദേഷ്യം ദാനം കൊണ്ട് ഇല്ലാതെയാക്കും. ദോഷത്തെ ഈ ദാനം കരിച്ചു കളയും. അപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്കീന്മാർക്ക്, സാധുക്കൾക്ക്, അല്ലെ അർഹരായ ഉലമാക്കൾക്ക് ഒന്ന് അവരെ വിളിച്ചൊന്ന് ദുആ ചെയ്യിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ ബറക്കത്താണ്. ദേവ് പറഞ്ഞ പറ്റിയില്ലേ? ഇതുവരെ പറഞ്ഞൊക്കെ ആ വിഷയം വേണ്ടാന്ന് തോന്നിപ്പോയോ? നന്നായിട്ട് കൊടുക്കണം എന്നറിയണില്ല. എന്നാലോ എന്തെങ്കിലുമൊക്കെ ഒരു മുസീബത്ത് ഈ ദാനം കൊണ്ട്, റസൂൽ പറഞ്ഞില്ലേ, ദാനം നിങ്ങളുടെ മാലിനെ ചുരുക്കൂല. ഒരിക്കലും നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നത് നിങ്ങളുടെ സമ്പത്തിനെ ചുരുക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. യാത്രയിൽ കാവല് കിട്ടാനും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും അത് ഉപകരിക്കും. എന്നാ നീ ഇറങ്ങല്ലേ? എല്ലാരും റെഡിയല്ലേ? എന്നാ വരി, ഇൻഷാ അല്ലാഹ് ഇറങ്ങുക. എങ്ങനെ ഇറങ്ങണത്? ആദ്യം അള്ളാഹിനോടൊരു കാവൽ ചോദിക്കാനുണ്ട്. ഇറങ്ങാൻ നേരത്ത് ആ വാതിൽ പടിക്കൽ നിന്ന് അള്ളാഹിനോടൊരു കാവൽ ചോദിക്കാനുണ്ട്. ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന ഭൂമിയിലേക്കാണ് പോകുന്നത്. 4 ഭാഗത്തും ഏകദേശം ബിൽഡിങ്ങുകളും ഒരുപോലെയാണ്, ഹോട്ടലുകൾ ഒരുപോലെയാണ്, 100 കണക്കിന് വാതിലുകളാണ് ഹറമിലേക്കുള്ളത്. വഴിതെറ്റാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അള്ളാന്റെ കാവൽ കിട്ടിയാലല്ലാതെ പൂർണ്ണമായൊരു രക്ഷ ഉണ്ടാവില്ല. ആ കാവൽ കിട്ടണം. വഴിതെറ്റി പോകരുത്, ഇടർച്ചകൾ സംഭവിക്കരുത്. കാരണം ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുവരെ ഹലാലായ പലതും പറ്റൂല. അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങളുണ്ട്. അപ്പൊ കാലിടർച്ചകളും അതേ പ്രകാരം വിവരക്കേടുകളൊക്കെ പറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും ഒരവസ്ഥ വരുത്തരുത് എന്ന് പറഞ്ഞ് അള്ളാഹിനോട് ഒരു അഭയപ്രാർത്ഥന നടത്തണം. നമ്മുടെ ആ പുസ്തകത്തിലെ അഭയപ്രാർത്ഥനയുണ്ട്. മറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിലിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട യാത്ര ഇറങ്ങുമ്പോൾ വാതിൽ പടിക്കലിൽ നിന്ന് ഈ അഭയപ്രാർത്ഥന നടത്തുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നടത്തല്ലേ? ഞാൻ ഒന്ന് ചൊല്ലിത്തരട്ടെ? ചൊല്ലോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിലിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. നമ്മൾ ഏതായാലും ഇറങ്ങല്ലേ, നമുക്ക് വരി അതുകൊണ്ട് ചെല്ലിയിട്ട് ഇറങ്ങാം. പക്ഷെ ഇറങ്ങുമ്പോ നിങ്ങൾ അതിന്റെ ആ ഒരു അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കി നമുക്ക് ചോദിക്കുമ്പോ ഒരു റാഹത്ത് കിട്ടുമല്ലോ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. മിന്നൻ നളില്ല, ഞാൻ പിഴച്ചു പോകുന്നതിനെ തൊട്ട്, ഹിദായത്തിൽ നിന്ന് പിഴക്കുന്നതിനെ തൊട്ടും വഴി പിഴക്കുന്നതിനെ തൊട്ടും എല്ലാ തരത്തിലുള്ള പിഴവുകളെ തൊട്ടും യാ അല്ലാഹ് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഔ ഉളല്ല, അല്ലേ എന്നെ പിഴപ്പിക്ക. ആരോടോ എങ്ങട്ടാ എന്റെ റൂമിലേക്ക് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോ ഇങ്ങോട്ട് പോകാൻ പറയേണ്ടതിന് പകരം അങ്ങട്ടാ കാണിച്ചത്. പിഴപ്പിച്ചല്ലോ റബ്ബേ. അങ്ങനെ ഞാൻ പിഴപ്പിക്കപ്പെടുന്നതിനെ തൊട്ടും ഔ അസില്ല, വല്ല കാലിടർച്ചകളും എന്നിൽ നിന്ന് സംഭവിക്കുന്നതിനെ തൊട്ട്. തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ലല്ലോ ഇഹ്റാമിൽ. പക്ഷെ ഓർമ്മല്ലാതെ പിന്നെയും അടിവസ്ത്രങ്ങളൊക്കെ ഇട്ടു പോവുക, ഇടർച്ച സംഭവിക്കുക, അതിനെ തൊട്ട് കാവൽ ചോദിക്കാൻ. അങ്ങനെ ഇടർച്ച എനിക്ക് വരുന്നതിനെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു. ഔ അളിലിമ, റബ്ബേ ഞാൻ വല്ല ദുൽമും കാണിക്കുന്നതിനെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ല അത് ദുൽമ കാണിക്കാനാ അപ്പൊ ഹറമുക്ക് പോണത്? അതൊക്കെ ഇപ്പൊ കാവൽ ചോദിക്കണം. കാണാം ഇൻഷാ അല്ലാഹ്. കുറച്ചോ നല്ല ക്ഷമ തരട്ടെ. മത്താഫില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യല്ല.
ഒരാളെന്നെ 2-3 വട്ടം വല്ലാതെ അങ്ങോട്ട് തള്ളുമ്പോൾ എന്തിന്റെ പിരാന്ത തിരിച്ചങ്ങട്ടും. എന്നോടൊരുക്ക മദീനയിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് മദീനയിലെത്തിയപ്പോൾ ഒരു ആജി ചോദിച്ചു, അല്ല ഉസ്താദേ, സംഗതി വീട്ടിൽ നിന്ന് എല്ലാം ക്ഷമ വേണമെന്നുള്ള നിയ്യത്തിൽ തന്നെയാണ് ഇറങ്ങിയത്. പക്ഷേ ആ മത്താഫിന്ന് ഏതോ ഒരു ചങ്ങായി, ഒരു തടിമാടൻ 3-4 തവണ അവന്റെ മുട്ടും കൈ കൊണ്ട് ഇന്നോട്ട് കുത്തി. കാട്ട് ദേഷ്യം പിടിച്ചു. ഞാൻ ചെന്നിട്ട് ഒരു കുത്തി തിരിച്ചുകൊണ്ട് കൊടുത്തു. എനിക്കപ്പം അങ്ങനെ തോന്നിയത്. ഓനെന്താ മനഃപൂർവ്വം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഇനിയിപ്പം അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരിടങ്ങാറ് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? ഇനിയിപ്പോൾ ഓനെ കണ്ട് പൊരുത്തപ്പിടിക്കാൻ കഴിയോ? കഴിയൂല. വലിയ പ്രശ്നാ. അപ്പൊ കാലിനൊക്കെ ചവിട്ടിങ്ങനെ 2-3 വട്ടം കിട്ടുമ്പോഴേ, തിരക്കിങ്ങനെ ഓവറായിട്ട് വരുമ്പോഴേ ഏതാ എന്ന് തോന്നാൻ സാധ്യത? ഏതാ അവൾ ഇന്നെങ്ങനെ ശല്യം ചെയ്യണത്? ഒന്നാണ്ട് തിരിച്ച് ചെയ്യട്ടെ എന്ന് തോന്നിപ്പോവും. പിശാച് കൂടെ ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. ആമീൻ പറഞ്ഞോളി, നല്ലോണം പറഞ്ഞോളി. അള്ളാഹു കാക്കട്ടെ. നല്ല ക്ഷമ അള്ളാഹു താല തരട്ടെ. അല്ലെങ്കിലും പെട്ടെന്ന് ചൂടാകുന്ന കാര്യത്തിൽ നമ്മളൊക്കെ പൊതുവെ ഉഷാറാണല്ലോ. അള്ളാഹുവെ നല്ല ക്ഷമ നൽകണേ റബ്ബെ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ വാതിലിന്റെ പരിസരത്ത് വെച്ച് അള്ളാഹിനോട് തേടുകയാണ്. വല്ല ദുൽമും കാണിക്കുന്നതിനെ തൊട്ട് എന്നെ ആക്രമിക്കപ്പെടുന്നതിനെ തൊട്ടും നിന്നോട് കാവൽ ചോദിക്കുന്നു. ഞാൻ വല്ല വിവരക്കേടും കാണിക്കുന്നതിനെ തൊട്ട് എന്റെ മേൽ വിവരക്കേട് കാണിക്കുന്നതിനെ തൊട്ടും നിന്നോട് കാവൽ തേടുന്നു. ചൊല്ലിയില്ലേ? നീ ഇറങ്ങല്ലേ? ഇനി ശ്രദ്ധിക്ക്. ഇറങ്ങുമ്പോ ഏത് കാലാ ആദ്യം എടുത്തേക്കേണ്ടത്? ഹജ്ജിനല്ലേ പോണത്. അപ്പൊ പിന്നെ ഏത് കാലന്നെ? വലത് കാലന്നെ. അങ്ങനെയാണോ? ആണോ? അല്ല. നമ്മുടെ വീടും വീടിന്റെ പുറമുള്ള ലോകവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹൈറേതാ? ചെലോല് തീരെ മുണ്ടണില്ലല്ലോ. ഏതാണ്? നമ്മളെ വീടാണ്. അല്ലാഹു നമ്മുടെ വീട് നമുക്ക് ഹൈറാക്കി തരട്ടെ. വീട് അല്ലാഹു മസ്കന്ന പറയാ, സമാധാനത്തിന്റെ കേന്ദ്രമാക്കി തരട്ടെ. വീട്ടിൽ അല്ലാഹു വലിയ ബറക്കത്ത് ചൊരിയട്ടെ. ഇന്നും വന്ന് രാവിലെ ഇവിടുന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചപ്പോ പറഞ്ഞു, പ്രശ്നാണ് വീട്ടിൽ, തമ്മിൽ കണ്ടൂടാ. എന്താ ഐക്യമുള്ള മക്കളായിരുന്നു എന്നറിയോ? പൊരുത്തം പറയണ മറ്റോന് പറ്റുന്നില്ല. ഉന്തും തള്ളും. ചുരുക്കി പറയുകയാണെങ്കിൽ നരകതുല്യാണ് ഞങ്ങളെ വീട്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, വീട്ടില് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള ഭിന്നതകൾ, അസ്വാരസ്യങ്ങൾ, തർക്കങ്ങൾ, കുഴപ്പങ്ങളുള്ളവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ ഒന്ന് പരിഹരിക്കണേ അല്ലാ. നല്ലൊരു സ്നേഹം, നല്ലൊരു ഐക്യം, നല്ലൊരു ഒരുമ, റാഹത്തുള്ളൊരു കൂടുമ്പോൾ ഇമ്പമുള്ള ജീവിതം ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ നൽകണേ പടച്ചോനെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിനാണ് ഈ മജ്ലിസ്. എല്ലാവർക്കും ഇങ്ങനെ ദുആ ചെയ്യാ. ആർക്കും ആജിമാരും ആമീൻ പറയാ. അപ്പൊ അള്ളാഹ്ക്കത് തള്ളാൻ കഴിയൂല. എല്ലാവരും രക്ഷപ്പെടും. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റബ്ബേ. ഇനി കേൾക്കി. ഇടതുകാല് വെച്ച് ഇറങ്ങാൻ നേരത്ത് തവക്കുലിന്റെ ഒരു ദിക്റ് ചൊല്ലാതെ ഇറങ്ങരുത്. പ്രത്യേകിച്ച് ഹാജിമാർ. അതിനൊരു കാരണമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് കേട്ടോളൂ. ഏതാ തവക്കുലിന്റെ ദിക്റ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, അവന്റെ പേരുച്ചരിച്ച് എല്ലാം അവനെ ഏൽപ്പിച്ച് ഞാൻ ഇറങ്ങുകയാണ്. വലാ ഹൗല, ഒരു നന്മയും എന്നിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവില്ല. വലാ ഖുവത, ഒരു തിന്മയും എന്നിൽ നിന്ന് തട്ടി നീക്കാനുള്ള കഴിവുമില്ല. ഇല്ലാ ബില്ലാഹ്, അല്ലാഹനെ കൊണ്ടല്ലാതെ സത്യത്തിൽ ഒരാളെ കൊണ്ടും കഴിയൂല. അതുകൊണ്ട് റബ്ബേ, എല്ലാം നിന്നെ ഏൽപ്പിച്ചിറങ്ങാണ് എന്ന് പറഞ്ഞ് ആ തവക്കുലിന്റെ ആ ഒരു നീയത്തോടെ ഈ ദിക്റ് ചൊല്ലി ഇറങ്ങണം. അതിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കിട്ടോ. അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കി. ഇങ്ങനെ ചെല്ലിയാനുള്ള വലിയ ഗുണം എന്താണെന്നറിയോ? ഹാജിമാരെ, നിങ്ങൾക്കറിയോ, നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ പ്രത്യേകമായി നിങ്ങളുടെ വഴിയിൽ ശൈത്താൻ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ശൈത്താനിൽ നിന്ന് രക്ഷ കിട്ടാൻ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ഈ ദിക്റ്. അതായത് മുത്തുനബി പറയാൻ, കേൾക്കണില്ലേ? ഈട് കൂടിയോ? ഒന്ന് എഴുന്നേറ്റ് നീ ദിക്റൊന്ന് ചൊല്ലി. അല്ലാഹ്, അതാ ഞാൻ പറഞ്ഞത്, തീരുന്നവരെ നിങ്ങൾ കുട്ടികളും ഞാൻ ഉസ്താദുമായിട്ട് തന്നെ പോണ്ടി വരും. ഇവിടെ വന്ന് ഉറക്കം തൂങ്ങി പോകലൊന്നും നടക്കൂല. ഇടങ്ങാറുള്ളവർ നിൽക്കണ്ട കേട്ടോ. ഊരവേദന, കാലുവേദന, അവരൊന്നും നിൽക്കണ്ട. അല്ലാത്തവരൊക്കെ നിൽക്കി. അല്ലാഹു റാഹത്ത് തരട്ടെ. ചൊല്ലി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്
വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു തവണൂടെ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഉറക്കില്ലാന്ന് ഉറപ്പുള്ളവരിരുന്നാണ്, ഉറക്ക് പോയി ഉറപ്പുള്ളവരിരുന്നാണ് കാണട്ടെ. മാഷാ അല്ലാഹ്. ആർക്കും ഉറക്കില്ല. അല്ലാഹു ഉറങ്ങേണ്ട സമയത്ത് റാഹത്തായി ഉറങ്ങാനും ഉണർന്നിരിക്കേണ്ട സമയത്ത് റാഹത്തായി ഉണർന്നിരിക്കാനും നമുക്ക് തൗഫീക്ക് തരട്ടെ. അടുപ്പും കാര്യമൊന്നുമില്ലല്ലോ, റാഹത്തല്ലേ. വെള്ളമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സംഘാടകരായിട്ട് ബന്ധപ്പെടണം. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട്. ചിലപ്പോൾ എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും റാഹത്ത് കിട്ടണം. പിന്നെ പോണത് ഹജ്ജിനും ഉംറക്കും സിയാറത്തിനൊക്കെയാണ്. അങ്ങനെ വിചാരിച്ച മാതിരി എല്ലായിടത്തും ഒന്നും ഇപ്പോൾ അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നൊരു പരിശീലനത്തിന് അത് നല്ലതാന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ വിചാരിച്ചാൽ മതി. ഏതായാലും അള്ളാഹുക്കെ റാഹത്താക്കി തരട്ടെ. ഈ ദിക്ർ ചൊല്ലിയാലുള്ളൊരു ഗുണുണ്ട്. അള്ളാന്റെ റസൂല് പറയാണ്, അള്ളാഹു 2 മലക്കുകൾ വിളിക്കും. എന്നിട്ട് പറയും, ഇതാ എന്റെ ഇന്നാലിന്ന അടിമ എല്ലാം എന്നിലേക്ക് തവക്കുലാക്കി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടേ അവൻ തിരിച്ച് ഈ വീട്ടിലേക്ക് കയറുന്നത് വരെ അവന് വേണ്ട സംരക്ഷണങ്ങൾ നിങ്ങൾ ഒരുക്കണമെന്ന് 2 മലക്കുകളോട് അള്ളാഹു പറയുമെന്ന് മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ടെന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. അവ 2 മലക്കുകളുടെ പ്രത്യേക സംരക്ഷണം കിട്ടുകയാണ്. ആ സമയത്തെ യഖൂലു ശൈത്വാനുൻ ലിശൈത്വാനിൻ ആഖറ, ഒരു പിശാച് മറ്റൊരു പിശാചിനോട് പറയുമത്രേ, കൈഫ ബിഹി ഫഖദ് ഹുദിയാ വബുഖിയാ വഖദ് ഹുദിയാ വഖുഖിയാ വഹുദിയാ. അയാൾക്ക് ഹിദായത്ത് കിട്ടി, അയാൾക്ക് വേണ്ട സംരക്ഷണം കിട്ടി, അയാൾ നേരായ മാർഗത്തിലായി. ഇനിയിപ്പോ അയാള് പിന്നാലെ കൂടിയിട്ട് കാര്യമല്ല. സംരക്ഷണത്തിന് വേണ്ടി 2 മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ പിന്നാലെ കൂടിയിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞ് പിശാചുക്കൾ മാറി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഒറ്റക്കാരോടും പറയട്ടെ, നമ്മൾ ഈ ഹജ്ജിന് പോകുമ്പോ ഉംറക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ആ വഴിയിൽ എപ്പോഴും നമ്മളെ പഴപ്പിക്കാൻ ശൈത്താൻ പ്രത്യേകമായി കുത്തിയിരിപ്പ് നടത്തും. അങ്ങനെ റബ്ബവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്ത് അഅറാഫിന്റെ 18-ാമത്തെ ആയത്ത്. യജമാനനായ റബ്ബിനോട് ഇബ്ലീസ് ശപഥം ചെയ്ത് പറഞ്ഞതാണ്, വലഫബിമാ ഗവൈതനി ലഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം സുമ്മ ലാതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. വല്ലാതെ വിശദീകരിക്കണില്ല. നിങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി. ഇബ്ലീസ് അള്ളാഹിനോട് ശപഥം ചെയ്ത് പറയാൻ. ശ്രദ്ധിക്കണേ, നമ്മളിൽ ഒരാളെ സംസാരം മറ്റൊരാൾക്ക് ക്ലാസ് കേൾക്കുന്നതിന് തടസ്സാകരുത്. നമ്മളിൽ ഒരാളൊരു പ്രവർത്തനം മറ്റൊരാളെ ക്ലാസ് കേൾക്കുന്നതിന് തടസ്സാവരുത്. എന്നെ കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ഹജ്ജിന്റെ യാത്രയിൽ നിയ്യത്ത് ചെയ്യുന്നത് പോലെ ഈ ക്ലാസ്സിലും നിയ്യത്ത് ചെയ്തോളൂ. അള്ളാഹു എല്ലാ ഖൈറും നമുക്ക് തരട്ടെ. ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ഖാല ഫബിമാ അഗ്വൈതനി. ഇബ്ലീസ് അല്ലാഹുവോട് പറയാ, നീ എന്നെ വഴികേടിലാക്കിയല്ലേ, ഈ ആദമിന്റെ കാരണത്താൽ അവന് സുജൂദ് ചെയ്യാത്തത് കൊണ്ടല്ലേ എന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് റബ്ബേ ലഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, സ്വർഗ്ഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ അവരുടെ ആ വഴിയിൽ ഞാൻ കുത്തിയിരിപ്പ് നടത്തുക തന്നെ ചെയ്യും. അവിടെ ഉണ്ടാവുന്നല്ല. ആ ആയത്തിന്റെ പ്രയോഗം ലഅഖഉദന്ന ലഹും, തീർച്ചയായും ഞാൻ അവരെ കാത്ത് കുത്തിയിരിപ്പ് നടത്തുക തന്നെ ചെയ്യും. അലാ സിറാത്തിക്കൽ മുസ്തഖീം, സ്വർഗീയ വഴികളിൽ. എന്നിട്ടോ അവരാ സ്വർഗം ലക്ഷ്യമാക്കി അതിനുള്ള പ്രവർത്തനങ്ങളുമായി വഴിയിലൂടെ കടന്നു വരുമ്പോൾ സുമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. അല്ലാഹുവേ, ഞാൻ അവരിലൂടെ ആ സ്വർഗം ലക്ഷ്യമാക്കിയ വഴിക്ക് കടന്നു വരുന്നവരിലേക്ക് പ്രവേശിക്കും. അവരുടെ മുന്നിലൂടെ
അവരുടെ പിന്നിലൂടെ, അവരുടെ വലതുഭാഗത്തിലൂടെ, അവരുടെ ഇടതുഭാഗത്തിലൂടെ, 4 മാർഗത്തിലൂടെയും അവരിലേക്ക് കടന്നു ചെന്ന് വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, അവരെ ഞാൻ പഴപ്പിക്കും, നന്ദി കെട്ടവരാക്കി മാറ്റും, നിനക്ക് കാത്തിരുന്ന് കാണാമെന്ന് ഇബ്ലീസ് അല്ലാഹുവോട് ശപഥം ചെയ്തു പറഞ്ഞു. ഇനി കേൾക്കി, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പ്രഗൽഭരായ പല മുഫസ്സിരീങ്ങളും പറയുന്നുണ്ട്, അന്നഹു ത്വരീഖു മക്ക, അന്നഹു ത്വരീഖു മക്ക. ഇപ്പറഞ്ഞത് മക്കയിലേക്കുള്ള വഴിയാണ്, ഹജ്ജിന്റെ യാത്രയാണ്, ഉംറയുടെ യാത്രയാണ്. ആ വഴിയിൽ പിശാച് കുത്തിയിരിപ്പ് നടത്തുന്നതാണ്. ഇത് സ്വർഗത്തിലേക്കുള്ള യാത്രയായത് കൊണ്ട്. കാരണം ഹജ്ജിനാ പോണത്, അൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ആ സ്വർഗം വാങ്ങാനുള്ള യാത്ര. ആ വഴിയിൽ പിശാച് കുത്തിയിരിപ്പ് നടത്തും. അതുകൊണ്ട് ശൈത്താന്റെ ഒരു ഷർറും ഇനി കേൾക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദാണ്ട് ചൊല്ലി ഇറങ്ങ. എന്നാ പോവല്ലേ? അല്ലെ പോവല്ലേ? ഇതുവരെയുള്ള കാര്യമൊക്കെ ക്ലിയർ അല്ലേ? ഇനി ആരും വീട്ടിൽ നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് പോകാനുള്ള വാഹനത്തിൽ കഴിഞ്ഞു. ബിസ്മി ചൊല്ലി വാഹനത്തിലേക്ക് കയറാൻ. വലതുകാല് വെച്ച് കയറാൻ കഴിയെങ്കിൽ അതാണ് ഖൈറ്, അതാണ് സുന്നത്ത്. വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ആത്മീയ യാത്ര. ഈ യാത്ര കൊണ്ട് അല്ലാഹ് അവസാനത്തെ യാത്രയുണ്ടല്ലോ, ഇദാ അംതലം തർഹൽ ബിസാദിൻ മിനത്തുഖാ വലഖൈത ബഅദൽ മൗതി മൻ കതസവദാ നദിംത അലാ അല്ലാ തകൂന കമിസ്ലിഹി ഇദാ അംതലം തർസദ കമാ കാന അർസദാ. എന്റെ ഖബറിലേക്കുള്ള അവസാന യാത്രയുണ്ടല്ലോ, ആ യാത്ര റാഹത്താകണമെന്ന നിയ്യത്തോടെ യാത്രയുടെ എല്ലാ അദബുകളും പാലിച്ചു വേണം പുറപ്പെടാൻ. മയ്യത്തട്ടിൽ നിന്ന് നമ്മളാണ്ട് എടുക്കൂലേ, ഖബറിലേക്ക് കൊണ്ടുപോകൂലേ? ആ ഒരു സമയത്തുള്ള യാത്ര റാഹത്താകണം. അതുകൊണ്ട് ആ ഒരു നിയ്യത്തോടെ ദുനിയാവിൽ നമുക്ക് ജീവനുള്ള സമയത്ത് ചെയ്യാൻ കഴിയുന്ന യാത്രകളിൽ ഏറ്റവും പരമപരിശുദ്ധമായ യാത്രയാണിത്. ഇത് ആത്മീയതയിലൂന്നിയ യാത്രയാവണം. അപ്പൊ പറ്റുമെങ്കിൽ വലതുകാല് വെച്ച് തന്നെ വാഹനത്തിലേക്ക് കയറി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ചൊല്ലി വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ البر والتقوى ومن العمل ما تحب وترضى. اللهم هون علينا سفرنا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل والمال. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في الأهل والمال والبلد. ചൊല്ലേണ്ട ദിക്റുകളൊക്കെ വൃത്തിയായി ചൊല്ലി. അതൊക്കെ നമ്മൾ ആ മനാസിക്കിലുണ്ട്. ഒരേടെപ്പോഴും കയ്യിലുണ്ടായിക്കോട്ടെ. പറയണൊക്കെ അപ്പൊ തന്നെ മനപ്പാടാക്കാനും അങ്ങനെ തന്നെ ചെല്ലാനൊന്നും കിട്ടാൻ സാധ്യതയല്ലല്ലോ. പ്രത്യേകിച്ച് ആ യാത്രയുടെ ഒരു ഒപ്രാളൊക്കെ എത്ര വിചാരിച്ചാലും ചെറിയ തോതിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ നോക്കിയിട്ട് തന്നെ ചെല്ല. ഇൻഷാ അല്ലാഹ് അറിയാത്തവർ അത് നോക്കി വൃത്തിയായി ചൊല്ല. യാത്ര തുടങ്ങി. ഇപ്പൊ എവിടെ നമ്മൾ ഉള്ളത്? വാഹനത്തിൽ കയറിയില്ലേ? ഇനി ഒരു കാര്യം ഞാൻ പറയാണ്. നിങ്ങളുടെ ബാഗിലൊക്കെ കുറെ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംസാരം ഒച്ച കൂടുന്നുണ്ടോ? വളണ്ടിയേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന് ഒച്ചന്റെ ഒരാവശ്യമില്ല. ഹജ്ജിലും ഉംറയിലും ഞാൻ പറഞ്ഞല്ലോ, തൽബിയത്ത് ഒച്ചയിൽ ചിലർ സുന്നത്താണ്, അല്ലാതെ ഒച്ചപ്പാട് വേറൊന്നും വേണ്ട. അപ്പൊ ഈ ഭക്ഷണ വിതരണത്തിൽ കണ്ടറിഞ്ഞ് ചെയ്താൽ മതി. ഒച്ചപ്പാടും ബഹളൊന്നും വേണ്ട. അള്ളാഹു എല്ലാ അദബും പാലിക്കാൻ തൗഫീക്ക് തരട്ടെ. അവനാന്റെ മുന്നിൽ ഭക്ഷണം എത്തുമ്പോൾ അത് വാങ്ങിയാടെ വെക്കുക. പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ബാഗിൽ കുറെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ചെറിയ ബാഗിലും വലിയ ബാഗിലും. കാര്യമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് പറയുക, ഹജ്ജിന്റെ യാത്രയിൽ അത് നല്ലോണം ക്ഷമന്നെ. ആ വാഹനത്തിൽ കയറി ഒരു പ്രതിജ്ഞ എടുക്കാനാ പറയുന്നത്, എല്ലാരും കേൾക്കണം. ആ വാഹനത്തിൽ കയറി ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ
നെഞ്ചത്ത് കൈവച്ച് പറയേണ്ട ഒരു സംഗതി എന്താണെന്നറിയോ? അല്ലാഹുവേ, ഹജ്ജ് എന്ന് പറഞ്ഞാല് ഖുർആൻ പറഞ്ഞ എന്താ? ലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജില് അനാവശ്യ സംസാരം പാടില്ല, ഒരാളി മുറിപ്പിക്കുന്ന വർത്താനം ഉണ്ടാവരുത്, അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തൊരു പ്രവർത്തനവും ഉണ്ടാകരുത്, ശാരീരിക ബന്ധം, വിവാഹവും അനുബന്ധ സംസാരങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ ഈ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഞാനിനി ദേഷ്യം പിടിക്കൂല, തർക്കിക്കൂല, അനാവശ്യ സംസാരങ്ങളിൽ നിന്നുണ്ടാവില്ല. ആ ഒരു കൃത്യമായ പ്രതിജ്ഞ നമ്മൾ എടുക്കണം. ദേഷ്യപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അവസരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് മുത്തറസൂല് പറഞ്ഞത് സ്വൽസ്വഭാവം എന്ന് പറഞ്ഞാൽ വഹുവ, അതെന്താന്നറിയോ? നീ ക്ഷമിക്കലാണ് ഇനിസ്തതാഴ്ത്ത കഴിയുന്നത് പോലെ. ആ ഒരു ക്ഷമ നമുക്ക് യാത്രയിലുടനീളം ഉണ്ടാവണം. ചിലപ്പോൾ ആവശ്യമില്ലാതെ കുറെ കാത്തു നിൽക്കേണ്ടി വരും, പ്രതീക്ഷിച്ചതുപോലെ സമയത്ത് കാര്യങ്ങൾ നടക്കൂല, ഭക്ഷണം കിട്ടേണ്ട സമയത്ത് കിട്ടൂല, വെള്ളം കിട്ടേണ്ട സമയത്ത് കിട്ടൂല, മലമൂത്ര വിസർജനം പോലും സമയാസമയത്ത് വിചാരിച്ചതുപോലെ നടന്നോളണമെന്നില്ല, ഉറക്കെ വിചാരിച്ചതുപോലെ നടന്നോളണമെന്നില്ല. ഒക്കെ അങ്ങനാവും ഇങ്ങനാവും എന്നൊക്കെ പറഞ്ഞാലും പലതും താളം തെറ്റിയിട്ടാ കാണുന്നത്. കാരണം ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന കേന്ദ്രത്തിലേക്കാണ് നമ്മുടെ പോക്ക്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ത് വന്നാലും പരമാവധി ഞാൻ ദേഷ്യപ്പെടില്ല എന്ന ആ ഒരു പ്രതിജ്ഞ നമ്മളിൽ ഉണ്ടാവണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അത് വലിയ തൗഫീക്ക്, അത് ചെറിയ തൗഫീക്കല്ല. പരമാവധി ദേഷ്യപ്പെടാതിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ എന്റെ യാത്ര കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്നെ കൊണ്ട് ആരെയൊക്കെ എന്റെ അമല് മുടങ്ങാത്ത വിധം സഹായിക്കാൻ പറ്റുമോ അതുപോലെ ഞാൻ സഹായിച്ചിരിക്കും. എനിക്ക് അല്ലാഹു ആരോഗ്യം തന്നിട്ടുണ്ട്. ഒരാളെ ബാഗ് അങ്ങോട്ട് എടുത്തൊക്കണമെങ്കിൽ ഞാൻ തയ്യാറാണ്, ഒരാളെ ബാഗ് കുറച്ചു നേരം ചുമക്കണമെങ്കിൽ ഞാൻ തയ്യാറാണ്, ഒരാൾക്ക് വേണ്ട ഒരു സഹായം എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ എന്നെ കൊണ്ട് കഴിയും, ഞാൻ തയ്യാറാണ്. മൻ മശാ ഫീ ഹാജത്തി അഖീ കാന ഖൈറൻ ലഹു മിൻ ഇഅ്തികാഫി 10 സിനീൻ. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസല്ലേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ മശാ ഫീ ഹാജത്തി അഖീ, ഒരാള് തന്റെ സഹോദരന്റെ ഒരാവശ്യത്തിന് വേണ്ടി നടന്നാൽ കാന ഖൈറൻ ലഹു മിൻ ഇഅ്തികാഫി 10 സിനീൻ. നിങ്ങൾക്കറിയോ 10 കൊല്ലത്തെ ഇഅ്തികാഫിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഇവന്റെ നിയ്യത്ത് നന്നായാൽ അത് ഖൈറായി ഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാരും ഈ ഹദീസ് കേട്ടിയില്ലേ റബ്ബേ? ഇപ്പൊ നമ്മുടെ ഈ വിക്കായയുടെ ഈ പ്രവർത്തകർ, ഈ വളണ്ടിയേഴ്സ്, അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. അവര് മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി നടക്കുകയാണ്. ഇത് ഇന്ന് മാത്രം തുടങ്ങിയതല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും മിനിഞ്ഞാ നമുക്ക് അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളുണ്ട്. എപ്പോഴും ചിന്തിക്കണം, മൻ മശാ ഫീ ഹാജത്തി അഖീ, നീ നിന്റെ സഹോദരന്റെ ഒരു ബുദ്ധിമുട്ട് തീർക്കാൻ, അവന്റെ ഒരു പ്രയാസം പരിഹരിക്കാൻ വേണ്ടി നടന്നാൽ നിന്റെ നിയ്യത്ത് ക്ലിയർ ആണെങ്കിൽ കാന ഖൈറൻ ലഹു മിൻ ഇഅ്തികാഫി 10 സിനീൻ, 10 കൊല്ലത്തെ ഇഅ്തികാഫിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ അത് ഖൈറായി ഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇഅ്തികാഫിന്റെ കൂലി ചെറുതായിട്ടല്ല. ഇനിയിപ്പോ ഹറമിലേക്കൊക്കെ അല്ലേ പോകുന്നത്, ഇഅ്തികാഫിന് പരമാവധി പ്രാധാന്യം കൊടുക്കണം. ഇഅ്തികാഫിന്റെ കൂലിയോ വമൻ ഇഅ്തകഫ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി 3 ഖനാദിക കുല്ലു ഖന്ദകിൻ അബ്അദു മിമ്മാ ബൈനൽ ഖാഫിഖീൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, അള്ളാന്റെ കൂലി കിട്ടണമെന്ന താല്പര്യത്തോടെ ഒരാൾ പൂർണ്ണമായും അത്യാവശ്യ വിഷയങ്ങൾ കൊഴിച്ച് പള്ളിയിൽ ഇഅ്തികാഫിരുന്നാൽ ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി 3 ഖനാദിക, അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു 3 കിടങ്ങുകൾ ഉണ്ടാക്കും. യാ അല്ലാഹ്, കുല്ലു ഖന്ദകിൻ അബ്അദു മിമ്മാ ബൈനൽ ഖാഫിഖൈൻ, ഓരോ കിടങ്ങും മശ്രിഖ് മഗ്രിബിനേക്കാൾ വിശാലമായിരിക്കും. ഇഅ്തികാഫ് കൊണ്ടുള്ള നേട്ടാണ്. കഴിയുന്നവരൊക്കെ ഹറമുകളിൽ എത്തുമ്പോൾ പ്രത്യേകം അതിന് പ്രാധാന്യം കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ ഇഅ്തികാഫ് കൊല്ലങ്ങളോളം ഇരുന്നാൽ കൂലി കിട്ടും. ഒരാളെ സഹായിച്ചാൽ ആ സഹായിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ അതിഥി കൂടിയാണെങ്കിലോ, അള്ളാഹു അവന്റെ അതിഥിയായി തെരഞ്ഞെടുത്ത ളുയൂഫുർ റഹ്മാൻ ഹാജിയാണെങ്കിലോ, ഹജ്ജുമ്മയാണെങ്കിലോ,
എത്രയായിരിക്കും റബ്ബിൽ നിന്ന് അതിന് കിട്ടുന്ന പരിഗണന. അപ്പൊ എന്റെ യാത്രയിൽ ഞാൻ എന്റെ കാര്യം എന്നതിനേക്കാൾ അപ്പുറം മറ്റുള്ളവരുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുമെന്ന് ചിന്തിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ മർമ്മപ്രധാനമായ ഒരു പോയിന്റ് പറഞ്ഞുതരാം. ചില ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ താല്പര്യത്തെക്കാൾ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വിഷമം സഹിച്ച് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടി വരും. ഉദാഹരണം, ഒരു 10 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്തൊരു സഹോദരൻ, അല്ലെ 15 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്തൊരു സഹോദരൻ, അയാൾക്ക് AC നിർബന്ധാണ്. AC ഇട്ടാലേ മൂപ്പർക്ക് ഉറക്ക് വരുള്ളൂ. അങ്ങനെ അയാൾ ഒരു റൂമിലുണ്ട്. ആ റൂമിൽ തന്നെ തീരെ AC ഉപയോഗിക്കാത്ത, AC പറ്റാത്തൊരു സഹോദരനുണ്ട്. രണ്ടാളും കൂടി ഒരു റൂമിലാണ്. പടച്ചോനെ, ഒരാൾക്ക് AC നിർബന്ധം, മറ്റേ ആൾക്ക് AC ഉണ്ടാവാൻ പാടില്ല എന്ന് നിർബന്ധം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? പരമാവധി എന്റെ താല്പര്യത്തെക്കാൾ മറ്റുള്ളവന്റെ താല്പര്യത്തിന് റബ്ബേ നിനക്ക് വേണ്ടി ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ AC ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പടച്ചോനെ പ്രശ്നമില്ല, AC ഇടണ്ടാന്ന് പറയാൻ കഴിയണം. ഇങ്ങക്ക് AC ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഇട്ടോളൂ, പ്രശ്നമില്ല, ഞാൻ പുതപ്പ് പോച്ച് കടന്നോളാന്ന് പറയാൻ മറ്റാക്കും കഴിയണം. മറ്റുള്ളവരുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുക. അൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജ് എന്നതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനം എല്ലാ വിഷയത്തിലും തന്റെ കൂടെയുള്ളവന്റെ കാര്യത്തിന് വില കൽപ്പിക്കലാണ്, പ്രാധാന്യം കൽപ്പിക്കലാണ്. സ്വന്തം താല്പര്യത്തെക്കാൾ കൂടെയുള്ളവന്റെ താല്പര്യത്തിന് പരിഗണന നൽകലാണ്. അങ്ങനെയുള്ളവന്റെ ഹജ്ജാണ് ഹജ്ജും മബ്റൂർ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയോ? എന്നാ ഇൻഷാ അല്ലാഹ് വിശന്നിങ്ങനെ ഇരുന്നിട്ട് നിസ്കാരം പോലും കറാത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് റാഹത്തായ ഭക്ഷണമൊക്കെ കഴിക്കാം. ഇപ്പം നമ്മൾ വാഹനത്തിൽ കയറിയിട്ടേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് ഹജ്ജ് ഹൗസിലോ എയർപോർട്ടിലോ ചെന്നിറങ്ങും. പിന്നെ വഴുകൂല, ഫ്ലൈറ്റ് വരാൻ നേരായി. ആ നിബന്ധനകളൊക്കെ ഒപ്പിച്ച് ഇഹ്റാം ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി നേരെ തവാഫിന് പോകും, ഉംറക്കുള്ള തവാഫിന് പോകും. അപ്പൊ എല്ലാവരും കൂടെ വേണം, നല്ല ഒരുങ്ങി വരണം. ഭക്ഷണമൊക്കെ ഇൻഷാ അല്ലാഹ് ഉറക്ക് വരാത്ത വിധം വേണ്ടുവോളം കഴിച്ചോളൂ. നിലങ്ങനെ ഭക്ഷണം ഇപ്പം എന്താ കൊടുക്കുന്നത്? ഈ ബിരിയാണി നെയ്ച്ചോറൊക്കെ ആക്കിയാൽ ഉറക്ക് വരൂലേ, വെറുംചോറാക്കിയാൽ പോരെ എന്നൊരു ചർച്ച വന്നു. അപ്പൊ അങ്ങനെ വല്ലാതെ കഴിക്കൊന്നുമില്ലല്ലോ, ക്ലാസ് കേൾക്കാൻ വന്നോലല്ലേ. അപ്പൊ ഉറക്ക് വരുന്ന രൂപത്തിലുള്ള ഒരു കഴിക്കൽ കഴിക്കണ്ട, എന്നാലോ റാഹത്തായിട്ട് കഴിക്കും ചെയ്തോളൂ. അള്ളാഹു എല്ലാ കാര്യം റാഹത്താക്കി തരട്ടെ. ഭക്ഷണം കഴിച്ച് ആണുങ്ങൾ പള്ളിയിൽ പോയി വേഗം നിസ്കരിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരിക. സഹോദരിമാർക്ക് ആ സ്കൂളിന്റെ മുറ്റത്തും മറ്റൊക്കെ നിസ്കരിക്കാനും അവിടെ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ബഹളങ്ങളില്ലാതെ മറ്റുള്ളവരുടെ സൗകര്യത്തിനു കൂടെ പ്രാധാന്യം കൽപ്പിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. കഞ്ഞിക്ക് സഹായിച്ചവർ, ചായക്ക് സഹായിച്ചവർ, പലഹാരങ്ങൾ കൊണ്ടുവന്നവർ, ഇതിനു വേണ്ടി ത്യാഗം സഹിച്ച ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിന്റെ പ്രവർത്തകർ, എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ.